നമസ്കാരം, ചലഞ്ചർ ആപ്പിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രകാശ സംശ്ലേഷണം, ഫോട്ടോസിന്തസിസ് ആണ്. നമ്മൾ ചെറിയ ക്ലാസ് മുതലേ ഫോട്ടോസിന്തസിസിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ LP UPക്ക് 5th സ്റ്റാൻഡേർഡും അതുപോലെ 9th സ്റ്റാൻഡേർഡിലെയും ടെക്സ്റ്റ് ബുക്സിലാണ് നമ്മൾ ഈ ഒരു ഫോട്ടോസിന്തസിസുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്റേഴ്സ് ഉള്ളത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പ്രകാശ സംശ്ലേഷണം, ഫോട്ടോസിന്തസിസ്. ഫോട്ടോ മീൻസ് എന്താണ്? ലൈറ്റ് എന്നാണ് ഫോട്ടോയുടെ അർത്ഥം. സിന്തസിസ് എന്ന് വെച്ചാൽ ഫോർമേഷൻ ആണ്, എന്തെങ്കിലും ഉണ്ടാക്കുക അല്ലെങ്കിൽ ഫോം ചെയ്യുക എന്നുള്ളതാണ് സിന്തസിസിന്റെ അർത്ഥം. അപ്പൊ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത് ഫോട്ടോ മീൻസ് ലൈറ്റ് ആണല്ലോ, അപ്പൊ ലൈറ്റിന്റെ സഹായത്താൽ എന്തോ ഉണ്ടാക്കുന്ന ഒരു പ്രോസസ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ബേസിക് ആയിട്ട് എന്താണ് പ്രകാശ സംശ്ലേഷണം എന്ന് പറയുകയാണെങ്കിൽ, സസ്യങ്ങളിൽ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത്. ഓക്കെ, സസ്യങ്ങളിൽ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയനെയാണ് നമ്മൾ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത്. അപ്പോ എന്താണ് ഈ പ്രകാശ സംശ്ലേഷണത്തിന് വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു ലൈറ്റ് ആവശ്യമുണ്ട്, അല്ലെ? ലൈറ്റ് ആവശ്യമുണ്ട്. ഇതിന് കുറെ ഘടകങ്ങൾ ഇതിന് ആവശ്യമുണ്ട്. അതിനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ലൈറ്റ് അല്ലെങ്കിൽ സൂര്യപ്രകാശം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിന് ഫോട്ടോസിന്തസിസ് എന്ന പേര് തന്നെ വന്നത്. ഫോട്ടോ മീൻസ് ലൈറ്റ് ആണ്. ലൈറ്റിന്റെ സഹായത്താലുള്ള ഒരു ഫോർമേഷൻ ആണ് ഫുഡിന്റെ നിർമ്മാണം. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഫോട്ടോസിന്തസിസ് എന്ന പേര് തന്നെ വിളിക്കാൻ കാരണം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ഇവിടെ കുറെ കാര്യങ്ങൾ ഇവിടെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു. ഒന്നാമത്തെ ആൾ ആരാണ്? സൺലൈറ്റ്, സൂര്യപ്രകാശമാണ് ആദ്യത്തെ ആൾ. അതുപോലെ തന്നെ നമുക്ക് സൂര്യപ്രകാശത്തോടൊപ്പം തന്നെ നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ട്? ഓക്സിജൻ ആവശ്യമുണ്ട്. ഓക്സിജൻ അല്ല, കാർബൺ ഡൈ ഓക്സൈഡ് ആവശ്യമുണ്ട്, ജലം ആവശ്യമുണ്ട്, പിന്നെയും വേറെ വസ്തുക്കൾ നമുക്ക് ആവശ്യമുണ്ട്. അപ്പം ഫസ്റ്റ് എന്തൊക്കെയാണ് വേണ്ടത്? നമുക്ക് സൂര്യപ്രകാശം വേണം, അതുപോലെ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് വേണം, അതുപോലെ നമുക്ക് ജലം ആവശ്യമാണ്, അതുപോലെ വേറൊരു കാര്യം കൂടെ നമുക്ക് ആവശ്യമുണ്ട്. അതാണ് ഹരിതകം എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ്. ഓക്കെ, ഹരിതകം എന്ന് പറയുന്ന ഒരാളെയും കൂടെ ഒരു വർണ്ണ വസ്തുവാണ്, അതും കൂടെ നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു സൂര്യപ്രകാശം. സൂര്യപ്രകാശം നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? സൂര്യനിൽ നിന്ന് നമുക്ക് കിട്ടും, ആണല്ലോ. സൂര്യപ്രകാശം നമുക്ക് സൂര്യനിൽ നിന്ന് കിട്ടും. ആ സൂര്യപ്രകാശം എന്ത് ചെയ്യും? പ്ലാന്റ്സ് അബ്സോർവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ പറഞ്ഞു ജലം ആവശ്യമുണ്ട്. ജലം എങ്ങനെയാണ് നമുക്ക് പ്ലാന്റ്സിന് കിട്ടുന്നത്? നമുക്കറിയാം വേരിലൂടെ എന്ത് ചെയ്യും? ജലം വലിച്ചെടുക്കും നമുക്കറിയാം. വേരിലൂടെ എന്ത് ചെയ്യും? ജലം വലിച്ചെടുക്കും. ഇനി നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് വേണം. കാർബൺ ഡൈ ഓക്സൈഡ് നമുക്കറിയാം അന്തരീക്ഷത്തിൽ എന്തുണ്ട്? ഒരുപാട് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, അല്ലെ? അപ്പോ കാർബൺ ഡൈ ഓക്സൈഡ് ഇലകളിൽ എന്തുണ്ട്? പ്ലാന്റ്സിന്റെ ഒക്കെ ഇലകളിൽ ചെറിയ ചെറിയ സുഷിരങ്ങൾ കാണപ്പെടുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ചെറിയ സുഷിരങ്ങൾ വഴിയാണ് പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നത്? അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് പ്ലാന്റ്സിനുള്ളിലേക്ക് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തൊക്കെയായി? കാർബൺ ഡൈ ഓക്സൈഡ് ആയി, ജലം വേര് വഴി എടുക്കുമെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ സൂര്യപ്രകാശം കിട്ടുമെന്ന് പറഞ്ഞു. ഓക്കെ, അതുപോലെ തന്നെ നമുക്കൊരു വർണ്ണ വസ്തു, പ്രകാശ സംശ്ലേഷണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർണ്ണ വസ്തുവാണ് ആവശ്യം. ഒരു നിറമുള്ള ഒരു വസ്തുവാണ്. അതിനെയാണ് നമ്മൾ പറയുന്നത് ഹരിതകം എന്ന് പറയുന്ന ഒരു വസ്തു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? പ്രകാശ സംശ്ലേഷണത്തിന് വേണ്ടിയിട്ട് ആവശ്യമാണ്. അപ്പൊ നോക്കിയേ, സസ്യങ്ങൾ വേരിലൂടെ എന്ത് ചെയ്യുന്നു? വെള്ളം വലിച്ചെടുക്കുന്നു, അല്ലെ? സസ്യങ്ങൾ എന്ത് ചെയ്യുന്നു? വേരിലൂടെ വെള്ളം വലിച്ചെടുക്കുന്നു. അതുപോലെ വെള്ളത്തിൽ നമുക്കറിയാം ഒരുപാട് തരത്തിലുള്ള ലവണങ്ങളൊക്കെ വെള്ളത്തിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ പറഞ്ഞു ഈ ഇലകളിൽ എന്തുണ്ട്? ചെറിയ ചെറിയ സുഷിരങ്ങൾ ഇലകളിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു, അല്ലെ? ചെറിയ ചെറിയ സുഷിരങ്ങൾ ഇലകളിൽ അടങ്ങിയിട്ടുണ്ട്. ആ ഒരു സുഷിരങ്ങൾ വഴിയാണ് എന്ത് ചെയ്യുന്നത്? അന്തരീക്ഷത്തിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യുന്നു? കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന വാതകം സസ്യങ്ങൾ വലിച്ചെടുക്കുന്നു. അതുപോലെ നമുക്കറിയാം ഇലകളിൽ വെച്ചാണ് പ്രധാനമായിട്ടും പ്രകാശ സംശ്ലേഷണം നടത്തുന്നത് എന്ന് നമുക്കറിയാം. അപ്പോ ഇതിനു വേണ്ടിയിട്ട് വേറൊരു വസ്തുവും കൂടെ ആവശ്യമുണ്ട്. അതിനെയാണ് നമ്മൾ ഹരിതകം എന്ന് പറയുന്നത്, അല്ലെ? ഹരിതകം എന്ന് പറയുന്ന ഒരു വസ്തുവും കൂടെ നമുക്ക് ആവശ്യമാണ്. ഓക്കെ, ഹരിതകം എന്ന ഒരു വസ്തുവും കൂടെ നമുക്ക് പ്രകാശ സംശ്ലേഷണത്തിന് വേണ്ടിയിട്ട് ആവശ്യമാണ്. അപ്പം പ്രകാശ സംശ്ലേഷണം എന്താണ് ചെയ്യുന്നത്? അപ്പൊ ഇത്രയും കാര്യങ്ങളുടെ എല്ലാം കൂടെ സഹായത്താലാണ് എന്ത് ചെയ്യുന്നത്? സസ്യങ്ങളിൽ ആഹാരം നിർമ്മിക്കുന്നത്. അപ്പം സസ്യങ്ങളിൽ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയാണ് പ്രകാശ സംശ്ലേഷണം. അതിനു വേണ്ടിയിട്ട് സൂര്യപ്രകാശം ആവശ്യമാണ്, അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ആവശ്യമാണ്, ജലം ആവശ്യമാണ്, അതുപോലെ തന്നെ എന്താണ്? ഹരിതകവും ആവശ്യമാണ്. അപ്പോ ഇനി നമ്മൾ പറഞ്ഞു പ്രകാശ സംശ്ലേഷണത്തിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നു? ഫുഡ് അല്ലെങ്കിൽ ആഹാരം സസ്യങ്ങൾ നിർമ്മിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ ഈ ആഹാരം എന്തിന്റെ രൂപത്തിലായിരിക്കും നിർമ്മിക്കുന്നത്? ഗ്ലൂക്കോസ് ആണ്. ഓക്കെ,
അപ്പം പ്രകാശ സംശ്ലേഷണത്തിന്റെ ഉൽപ്പന്നം എന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ഉത്തരമാണ് ഗ്ലൂക്കോസ് ആണ്. ഓക്കെ, ഗ്ലൂക്കോസ് ആണ് പ്രകാശ സംശ്ലേഷണത്തിൽ. നമ്മൾ പറഞ്ഞു ആഹാരം നിർമ്മിക്കുന്നു, ആ ആഹാരം എന്തിന്റെ രൂപത്തിലാണ് എന്ന് ചോദിച്ചാൽ ഗ്ലൂക്കോസ് ആണ്. ഗ്ലൂക്കോസ് മാത്രമാണോ നിർമ്മിക്കുന്നത്? അല്ല, ഇവിടെ ഗ്ലൂക്കോസിന്റെ കൂടെ ഓക്സിൻ എന്ന് പറയുന്ന ഒരു വാതകവും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഓക്സിൻ എന്ന് പറയുന്ന വാതകവും കൂടെ ഉണ്ടാകുന്നുണ്ട്. അപ്പോ പ്രകാശ സംശ്ലേഷണത്തിന്റെ ഉൽപ്പന്നം പ്രോഡക്ട്സ് എന്തൊക്കെയാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ്? ഒന്ന് ഗ്ലൂക്കോസ്, പിന്നെ ഒരു വാതകമുണ്ട്, അത് ഏതാണ്? ഓക്സിജനുമാണ്. ഓക്കെ, അപ്പോ ഈ ഓക്സിജൻ എന്ത് ചെയ്യുന്നു? സസ്യങ്ങൾ പകൽ സമയത്ത് എന്ത് ചെയ്യുന്നു? പുറത്തുവിടുന്നു. നമുക്കറിയാം പ്രകാശ സംശ്ലേഷണം നടത്തണമെങ്കിൽ സൂര്യപ്രകാശം വേണം. സൂര്യപ്രകാശം കിട്ടുന്നത് എപ്പോഴാണ്? പകൽ സമയങ്ങളിലാണ് കിട്ടുന്നത്, ആണല്ലോ. അപ്പം പകൽ സമയങ്ങളിൽ സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിന് വേണ്ടിയിട്ട് അകത്തേക്ക് എടുക്കുന്ന വാതകം ഏതാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡ് പ്രകാശ സംശ്ലേഷണത്തിന്റെ ഫലമായിട്ട് സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം ഏതാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ഉത്തരം ഓക്സിജൻ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ വിചാരിക്കും സസ്യങ്ങൾ ശ്വസിക്കുന്ന വാതകം ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് ആണോ എന്നൊരു സംശയമുണ്ടാവും. എന്നാൽ അല്ല, സസ്യങ്ങളായിക്കോട്ടെ, പ്ലാന്റ്സ് ആയിക്കോട്ടെ, അനിമൽസ് ആയിക്കോട്ടെ, മറ്റു ജീവജാലങ്ങളായിക്കോട്ടെ, ഏതൊരു ജീവികളാണെങ്കിലും അവരുടെ ശ്വസന വാതകം എന്ന് പറയുന്നത് ഓക്സിജൻ തന്നെയാണ്. എന്നാൽ പുറത്തോട്ട് വിടുന്നത് കാർബൺ ഡൈ ഓക്സൈഡും. പക്ഷേ സസ്യങ്ങൾ ഫോട്ടോസിന്തസിസ് നടക്കുമ്പോൾ ഫോട്ടോസിന്തസിസിന് വേണ്ടി എടുക്കുന്ന വാതകമാണ് ഏതെന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്. അല്ലാതെ സസ്യങ്ങളുടെ ശ്വസന വാതകം എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഓക്സിജൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ പകൽ സമയങ്ങളിൽ നമുക്കറിയാം സൂര്യപ്രകാശമുണ്ട്, അവിടെ എന്ത് നടക്കുന്നുണ്ട്? പ്രകാശ സംശ്ലേഷണം നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രകാശ സംശ്ലേഷണത്തിന് വേണ്ടിയിട്ട് സസ്യങ്ങൾ അകത്തേക്ക് എടുക്കുന്ന വാതകം എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. പ്രകാശ സംശ്ലേഷണത്തിന്റെ ഫലമായിട്ട് നമുക്ക് കിട്ടുന്ന ഉൽപ്പന്നം എന്തൊക്കെയായിരുന്നു? ഗ്ലൂക്കോസ് ആണ്. അതിന്റെ കൂടെ തന്നെ നമുക്ക് ഓക്സിജനും കിട്ടുന്നു. അപ്പം ഓക്സിജൻ എന്ത് ചെയ്യുന്നു? പകൽ സമയങ്ങളിൽ പുറത്തോട്ട് വിടുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു പ്രകാശ സംശ്ലേഷണത്തിന്റെ ഫലമായിട്ട് ഗ്ലൂക്കോസ് ആണ് ഉണ്ടാവുന്നത്. ഈ ഗ്ലൂക്കോസിന് ഒരു പ്രത്യേകതയുണ്ട്. ഇവരെന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള മോളിക്യൂൾസ് ആണ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ വെള്ളത്തിൽ ഭയങ്കരമായിട്ട് അലിഞ്ഞു ചേരുന്നവരാണ്. ഭയങ്കര സൊല്യൂബിൾ ആണ്, വാട്ടറിൽ ഭയങ്കര സൊല്യൂബിൾ ആയിട്ടുള്ള മോളിക്യൂൾസ് ആണ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്ലാന്റ്സിൽ ഇതിനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുമോ? ഇല്ല, സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? ഈ ഗ്ലൂക്കോസിനെ തന്നെ അതിന്റെ വേറെ ഒരു രൂപത്തിലോട്ട് ആക്കി വെക്കേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ നമുക്ക് അവരെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? സംഭരിച്ച് വെക്കാൻ വേണ്ടി പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഗ്ലൂക്കോസ് പെട്ടെന്ന് തന്നെ അതെന്ത് ചെയ്യും? അന്നജത്തിന്റെ രൂപത്തിലോട്ട് മാറ്റും, അന്നജമാക്കി മാറ്റും. ഗ്ലൂക്കോസ് എന്ത് ചെയ്യുന്നുണ്ട്? പെട്ടെന്ന് തന്നെ അന്നജമാക്കി മാറ്റുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? അന്നജം എന്ന് പറയുന്നത് പെട്ടെന്ന് വെള്ളത്തിൽ ലയിക്കുന്ന ഒരു മോളിക്യൂൾ അല്ല. അതുകൊണ്ട് തന്നെ എന്താണ്? അന്നജത്തിലോട്ട് മാറ്റിവെക്കുന്നു. ഇംഗ്ലീഷിൽ സ്റ്റാർച്ച് എന്ന് പറയും. ഓക്കെ, അപ്പൊ സ്റ്റാർച്ചിലോട്ട് മാറ്റിവെക്കുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു സസ്യങ്ങൾക്ക് എന്തിനുള്ള കഴിവുണ്ടെന്ന് പറഞ്ഞു? പ്രകാശ സംശ്ലേഷണം നടത്താനുള്ള കഴിവുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കാനുള്ള കഴിവുള്ളത് കൊണ്ട് നമ്മൾ സസ്യങ്ങളെ ഒരു പേരിൽ അറിയപ്പെടും, സ്വപോഷികൾ. എന്തെന്നാണ് അറിയപ്പെടുന്നത്? സസ്യങ്ങളെ സ്വന്തമായി ആഹാരം നിർമ്മിക്കാൻ കഴിവുള്ളത് കൊണ്ട് തന്നെ സസ്യങ്ങളെ അറിയപ്പെടുന്ന പേര് സ്വപോഷികൾ എന്നാണ്. ഓക്കെ, സ്വപോഷികൾ. ഇംഗ്ലീഷിൽ ഓട്ടോട്രോപ്സ് എന്നാണ് പറയുന്നത് കേട്ടോ. ഓട്ടോട്രോപ്സ് എന്നാണ് പറയുന്നത്. അപ്പൊ ഓട്ടോട്രോപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹരിത സസ്യങ്ങൾ. ഓട്ടോട്രോപ്സിന് ഒരു എക്സാമ്പിൾ പറയാൻ പറഞ്ഞാൽ, സ്വപോഷികൾക്ക് ഒരു ഉദാഹരണം പറയാൻ പറഞ്ഞാൽ ഹരിത സസ്യങ്ങൾ, ഗ്രീൻ പ്ലാന്റ്സ് ആണ്. കാരണം അവരെ അങ്ങനെ അറിയപ്പെടാൻ കാരണം എന്തുകൊണ്ടാണ്? അവർക്ക് എന്തിനുള്ള കഴിവുണ്ട്? സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണ് സസ്യങ്ങളെ എന്തെന്നറിയപ്പെടുന്നത്? സ്വപോഷികൾ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് പ്രകാശ സംശ്ലേഷണത്തിന്റെ ഒരു ബേസിക് ഐഡിയ. ഓക്കെ, അപ്പം പ്രകാശ സംശ്ലേഷണം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയാണ് പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത്. ആഹാരം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് എന്തൊക്കെ ആവശ്യമാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആവശ്യമാണ്, അതുപോലെ തന്നെ സൂര്യപ്രകാശം ആവശ്യമാണ്, ഹരിതകം എന്ന് പറയുന്ന ഒരു വർണ്ണവസ്തു ആവശ്യമാണ്, അതുപോലെ തന്നെ ജലം ആവശ്യമാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ആവശ്യമാണ്. ഇവരുടെ എല്ലാത്തിന്റെയും സഹായത്തോടെ എന്ത് ഉത്പാദിപ്പിക്കുന്നു? ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ആഹാരം ഉണ്ടാക്കുന്നു. അതിന്റെ കൂടെ തന്നെ ഉണ്ടാവുന്ന ഒരു വാതകമാണ് ഓക്സിജൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് പറഞ്ഞത്. അപ്പൊ ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങളും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പോവുകയാണ്. ആസ്യാരന്ധ്രം അല്ലെങ്കിൽ സ്റ്റൊമാറ്റ. എന്താണ് ആസ്യാരന്ധ്രം, എന്താണ് സ്റ്റൊമാറ്റ എന്നാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞു കാർബൺ ഡൈ ഓക്സൈഡ് സസ്യങ്ങളിൽ എന്താണ്?
സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞു അല്ലെ. പ്രകാശ സംശ്ലേഷണത്തിന് വേണ്ടിയിട്ട് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യണം, കാർബൺ ഡൈ ഓക്സൈഡിനെ സസ്യങ്ങൾ എന്ത് ചെയ്യണം, വലിച്ചെടുക്കണം എന്ന് പറഞ്ഞു. ഇലകളിലൂടെയാണ് വലിച്ചെടുക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ, അന്തരീക്ഷത്തിൽ നിന്നും. പക്ഷേ എങ്ങനെയാണെന്നറിയാവോ, ഈ ഇലകളില് ചെറിയ സുഷിരങ്ങൾ കാണപ്പെടുന്നു. അപ്പൊ ഇലകളിൽ എന്ത് ചെയ്യുന്നു, ചെറിയ ചെറിയ സുഷിരങ്ങളുണ്ട്. ഈ ഒരു സുഷിരങ്ങൾ വഴിയാണ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യുന്നത്, ഇലകളിൽ അല്ലെങ്കിൽ പ്ലാന്റ്സ് വലിച്ചെടുക്കുന്നത്. അപ്പം ഈ ഇലകളിൽ കാണപ്പെടുന്ന ചെറിയ ചെറിയ ഇത്തരം സുഷിരങ്ങളെ പറയുന്ന പേരാണ് ആസ്യാരന്ധ്രം അല്ലെങ്കിൽ സ്റ്റൊമാറ്റ. ഓക്കെ, ആസ്യാരന്ധ്രം അല്ലെങ്കിൽ സ്റ്റൊമാറ്റ. അപ്പോ കാർബൺ ഡൈ ഓക്സൈഡ് അകത്തേക്ക് മാത്രമല്ല വലിച്ചെടുക്കുന്നത്, നമ്മൾ പറഞ്ഞു ഫോട്ടോസിന്തസിന്റെ ഫലമായിട്ടുണ്ടാവുന്ന എന്താണ്, ഓക്സിജൻ ആണ്. അപ്പൊ ഈ ഓക്സിജൻ പുറത്തോട്ട് റിലീസ് ചെയ്യുന്നതും ഏത് വഴിയാണ്, ഈ ആസ്യാരന്ധ്രം വഴിയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം എന്തുണ്ട്, സസ്യങ്ങളിൽ നിന്നും വാട്ടർ ഉണ്ട് അല്ലെ, വാട്ടറും വാട്ടർ വേപ്പറൊക്കെ പുറത്തോട്ട് റിലീസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള പല കാര്യങ്ങളും നടക്കുന്നത് ഏത് വഴിയാണ്, ഈ ഒരു ആസ്യാരന്ധ്രം വഴിയാണ് പുറത്തോട്ട് പോകുന്നതും അകത്തോട്ട് വരുന്നതും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വാതക വിനിമയം, ഇത്തരത്തിലുള്ള ഈ ഒരു ഗ്യാസസിന്റെയൊക്കെ എക്സ്ചേഞ്ച് നടക്കുന്നത് ഈ ഒരു സ്റ്റൊമാറ്റ വഴിയാണ്. ഓക്കെ, അപ്പം എന്താണ് ആസ്യരന്ധ്രം എന്ന് പറയുന്നത്, ആസ്യരന്ധ്രം സ്റ്റൊമാറ്റ എന്നാണ് ആസ്യരന്ധ്രത്തെ ഇംഗ്ലീഷിൽ പറയുന്നത്. ആസ്യരന്ധ്രം എന്ന് പറയുന്നത് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുമ്പോൾ എന്താണ്, കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുകയും ഓക്സിജൻ എന്ത് ചെയ്യുന്നു, പുറത്തോട്ട് വിടുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള ഈ ഒരു ഗ്യാസ് എക്സ്ചേഞ്ച്, വാതക വിനിമയം നടക്കുന്നത് ഇലകളിൽ കാണപ്പെടുന്ന ചെറിയ ചെറിയ സുഷിരങ്ങൾ വഴിയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഇലകളിൽ കാണപ്പെടുന്ന ചെറിയ സുഷിരങ്ങളെ പറയുന്ന പേരാണ് ആസ്യാരന്ധ്രം അല്ലെങ്കിൽ സ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിതാ ഈ ഒരു പിക്ചർ കണ്ടല്ലോ. അപ്പൊ ഇതിനകത്ത് ഇലകളിൽ എന്തുണ്ട്, ചെറിയ ചെറിയ സുഷിരങ്ങളുണ്ട് അല്ലെ. അപ്പൊ ഇതിനെയാണ് സ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. ഇതുവഴി കണ്ട ഓക്സിജൻ പുറത്തോട്ട് പോകുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിൽ നിന്ന് അകത്തേക്ക് വരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഇലകളിലും സസ്യങ്ങളിലും ഒക്കെ കാണപ്പെടുന്ന വാട്ടർ H2O, വാട്ടർ എന്ത് ചെയ്യുന്നു, പുറത്തോട്ട് പോവുകയൊക്കെ ചെയ്യുന്നു. അപ്പം ഗ്യാസ് എക്സ്ചേഞ്ച് അകത്തോട്ടും പുറത്തോട്ടും ഒക്കെ നടക്കുന്നത് ഇതിന്റെ സഹായത്താലാണ്, ഈ ഒരു ആസ്യാരന്ധ്രം എന്ന് പറയുന്നതിന്റെ ഒരു സ്ട്രക്ചറും ഇലകളിലുണ്ട്. അപ്പൊ അതിന്റെ സഹായത്താലാണ്. അപ്പൊ എന്താണ് ആസ്യാരന്ധ്രം എന്ന് മനസ്സിലായല്ലോ. പിന്നെ നമ്മൾ പറഞ്ഞു ജലം ആവശ്യമാണ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ എങ്ങനെയാണ് ജലം സസ്യങ്ങളിൽ എത്തുന്നത്, വേര് വഴിയാണ്. അപ്പൊ അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പൊ എന്തോ ജലം ഇലകളിൽ എത്തുന്ന മാർഗം എങ്ങനെയാണ്, നമുക്കറിയാം മണ്ണിൽ ഒരുപാട് ജലവും ലവണങ്ങളും എല്ലാം മണ്ണിലുണ്ട് അല്ലെ. അപ്പം മണ്ണിൽ നിന്ന് എന്ത് ചെയ്യും, വേര് ജലത്തിനെ വലിച്ചെടുക്കും. വേര് സൈലം കുഴലിലൂടെയാണ് ഈ ഒരു ജലം എന്ത് ചെയ്യുന്നത്, ഇലകളിൽ എത്തുന്നത്. മനസ്സിലായോ. അപ്പം സൈലം കുഴലുകളിലൂടെയാണ് ജലം, വേര് വലിച്ചെടുക്കുന്ന ജലം എവിടെ എത്തുന്നത്, ഇലകളിൽ എത്തുന്നത്. അങ്ങനെയാണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഇലകളിൽ എത്തുന്ന മാർഗം എങ്ങനെയാണെന്ന് നോക്കിക്കേ. അന്തരീക്ഷത്തിൽ നിന്നും നമ്മൾ പറഞ്ഞു ആസ്യരന്ധ്രം സ്റ്റൊമാറ്റ വഴി എന്ത് ചെയ്യുന്നു, ഇലകളിൽ എത്തുന്നു. അപ്പോൾ ഇലകളിൽ ആരൊക്കെയായി, കാർബൺ ഡൈ ഓക്സൈഡും എത്തി, ജലവും എത്തി. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ സൈലം കുഴലുകൾ എന്ന് കേൾക്കുമ്പോൾ ഒരു സംശയം വരാം, എന്താണ് സൈലം കുഴലുകൾ എന്ന് പറയുന്നത്. സസ്യങ്ങളിൽ കാണപ്പെടുന്ന ഒരു കോംപ്ലക്സ് ടിഷ്യൂ ആണ് എന്താന്ന് പറയുന്നത്, സൈലം എന്ന് പറയുന്നത്. കോംപ്ലക്സ് ടിഷ്യൂസ് രണ്ട് തരത്തിലുള്ള വാസ്കുലർ ടിഷ്യൂസ് അല്ലെങ്കിൽ സംവഹന കലകൾ എന്നൊക്കെ അറിയപ്പെടും. ഓക്കെ, അപ്പൊ സംവഹന കലകൾ സസ്യങ്ങൾ കാണപ്പെടുന്ന രണ്ടെണ്ണം ഉണ്ട്. അതാണ് സൈലോം ഫ്ലോയോം എന്ന് പറയുന്നത്. ഓക്കെ, സൈലോം ഫ്ലോയോം എന്താണ്, സംവഹന കലകളാണ്, കുറച്ച് സങ്കീർണ കലകളാണ്, കോംപ്ലക്സ് ടിഷ്യൂസ് ആണ്. ഓക്കെ, അപ്പോ സൈലം എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാല് നമ്മൾ പറഞ്ഞു വേര് എന്തിനെ വലിച്ചെടുക്കുന്നു, ജലത്തിനെ വലിച്ചെടുക്കുന്നു. അപ്പൊ ഈ വേര് വലിച്ചെടുക്കുന്ന ജലത്തിനെ നമുക്ക് സസ്യങ്ങളുടെ എല്ലാ ഭാഗത്തേക്കും നമുക്ക് എത്തിക്കണം അല്ലെ. അപ്പോ ഈ എല്ലാ ഭാഗത്തേക്കും ജലത്തിനെ എത്തിക്കുന്നത് ആരാണ്, ഏത് സംവഹന കലയാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ഉത്തരം ആരാണ്, സൈലമാണ്. ഓക്കെ, അപ്പോ ജലം വേര് വലിച്ചെടുക്കുന്നു, ആ ജലത്തിനെ സസ്യത്തിന്റെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കുന്ന സംവഹന കല ഏതാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ഉത്തരം സൈലമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഇലകളിൽ എന്ത് നിർമ്മിക്കുന്നു, ആഹാരം നിർമ്മിക്കുന്നു എന്ന് പറഞ്ഞു അല്ലെ. ഗ്ലൂക്കോസിന്റെ രൂപത്തിലാണ് ആഹാരം നിർമ്മിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ഈ ഗ്ലൂക്കോസ്, ഈ ആഹാരത്തിനെ സസ്യത്തിന്റെ എല്ലാ ഭാഗത്തിലും എത്തിക്കേണ്ടേ, അതിന്റെ ഓരോ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ആ ഒരു ഫുഡിനെയും എന്ത് ചെയ്യണം, സസ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും എത്തിക്കണമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ ഫുഡിനെ എത്തിക്കുന്നത് ആരാണ്, ആഹാരത്തിനെ എല്ലാ ഭാഗങ്ങളിലും എത്തിക്കുന്ന സംവഹന കല ഏതാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ഉത്തരമാണ് ഫ്ലോയം. ഓക്കെ, ഫ്ലോയം. അപ്പൊ രണ്ട് സംവഹന കലകളാണ് സസ്യങ്ങളിൽ ഉള്ളത്, ഒന്ന് സൈലോം, ഒന്ന് ഫ്ലോയം. ഫ്ലോയം എന്ന് കേൾക്കുമ്പോഴേ ഫുഡ് എന്ന് ഓർക്കുക. ഓക്കെ, ഫുഡുമായിട്ട് ആ ഫ്ലോയത്തിനെ ഒന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഫ്ലോയം എന്ന് പറയുന്നത് എന്താണ്, ഇലകളിൽ നിർമ്മിക്കുന്ന ആഹാരത്തെ സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്ന സംവഹന കല. അങ്ങനെയാണെങ്കിൽ സൈലം എന്താണ്, ജലമാണ് കേട്ടോ. സൈലം ജലത്തിനെയാണ് എല്ലാ ഭാഗങ്ങളിലും എത്തിക്കുന്നത്. ഫ്ലോയം ആണെങ്കിൽ ആഹാരത്തെയാണ് എല്ലാ ഭാഗങ്ങളിലും എത്തിക്കുന്നത്. ഓക്കെ, അപ്പോ നോക്കി ഇലകളിൽ ഇലകൾ മണ്ണിലൂടെ എന്ത് ചെയ്യുന്നു, ജലം വലിച്ചെടുക്കുന്നു, വേര് വലിച്ചെടുക്കുന്നു, അത് സൈലം കുഴലുകളിലൂടെ എന്ത് ചെയ്യുന്നു, ഇലകളിൽ എത്തുന്നു. അപ്പൊ എന്താണ് സൈലം, എന്താണ് ഫ്ലോയം എന്നുള്ളത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്തേക്ക് പോവാം.
ഇത് പ്രകാശ സംശ്ലേഷണവും ശ്വസനവും തമ്മിലുള്ള ഒരു കണക്ഷൻ കാണിക്കുന്ന ഒരു ചെറിയൊരു പിക്ചറാണ്. ഓക്കെ, നമുക്കറിയാം പ്രകാശ സംശ്ലേഷണത്തില് നമ്മൾ അകത്തേക്ക് എടുക്കുന്ന വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. പുറത്തോട്ട് പോകുന്ന വാതകം ഓക്സിജൻ ആണ്. എന്നാൽ ബാക്കിയുള്ള എല്ലാ ജീവജാലങ്ങളും ശ്വസിക്കുന്ന വാതകം ഏതാണ്? ഓക്സിജൻ ആണ്. പുറത്തോട്ട് കളയുന്നത് എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അപ്പൊ നോക്കി, സസ്യങ്ങളും മനുഷ്യരും മൃഗങ്ങളും എല്ലാം എന്ത് ചെയ്യുന്നു? അന്തരീക്ഷത്തിൽ നിന്നും എന്ത് ചെയ്യുന്നു? ശ്വസനത്തിന് വേണ്ടിയിട്ട് ഓക്സിജൻ അകത്തോട്ട് എടുക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തോട്ട് കളയുകയും ചെയ്യുന്നു. എന്നാൽ സസ്യങ്ങൾ എന്ത് ചെയ്യുന്നു? സസ്യങ്ങളിലാണ് പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് അല്ലെ. അപ്പം പ്രകാശ സംശ്ലേഷണത്തില് എന്ത് ചെയ്യുന്നു? അന്തരീക്ഷത്തിൽ നിന്നും സസ്യങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് അകത്തോട്ട് എടുക്കുകയും എന്ത് ചെയ്യുന്നു? ഓക്സിജൻ എന്ത് ചെയ്യുന്നു? പുറത്തോട്ട് കളയുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു പ്രക്രിയ വഴി എന്ത് ചെയ്യുന്നു? നമ്മുടെ അന്തരീക്ഷത്തിൽ അമിതമായി കാർബൺ ഡൈ ഓക്സൈഡിന്റെ എമൗണ്ട് കൂടാതെ എന്ത് ചെയ്യുന്നു? നമ്മുടെ അറ്റ്മോസ്ഫിയറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ സസ്യങ്ങൾ ഒരു വളരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് ഈ ഒരു ഇതിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റുമല്ലേ. അപ്പം ഒരുപാട് കാർബൺ ഡൈ ഓക്സൈഡിന്റെ എമൗണ്ട് കൂടാതെയും അല്ലെങ്കിൽ നമ്മുടെ അന്തരീക്ഷത്തിൽ ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഒരു ഇക്വിലിബ്രിയം ബാലൻസ് നിലനിർത്താനൊക്കെ വേണ്ടിയിട്ട് ആര് സഹായിക്കുന്നു? പ്ലാന്റ്സ് സഹായിക്കുന്നു. എങ്ങനെയാണ് പ്ലാന്റ്സ് സഹായിക്കുന്നത്? അവരിൽ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു പ്രോസസ്സ് വഴിയാണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഇക്വിലിബ്രിയം അല്ലെങ്കിൽ ബാലൻസ്, ആ ഒരു സന്തുലിതാവസ്ഥ നിലനിർത്താൻ വേണ്ടി സഹായിക്കുന്നത് ഈ ഒരു പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. ഓക്കെ, അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പിക്ചർ കാണിച്ചു തന്നത്. ഓക്കെ, അപ്പൊ എന്താണ്? ഹരിത സസ്യങ്ങൾ പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണം നടത്തുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുകയും ഓക്സിജൻ എന്ത് ചെയ്യുന്നു? പുറത്തുവിടുകയും ചെയ്യുന്നു. രാത്രിയിൽ എന്താണ്? പ്രകാശ സംശ്ലേഷണം നടക്കുന്നുണ്ടോ? ഇല്ല. രാത്രിയിൽ എന്തില്ല? സൂര്യപ്രകാശം ഇല്ല. അതുകൊണ്ട് തന്നെ രാത്രിയിൽ എന്ത് നടക്കുന്നില്ല? പ്രകാശ സംശ്ലേഷണം നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ രാത്രിയിൽ എന്താണ്? അവര് അകത്തേക്ക് എടുക്കുന്ന ഓക്സിജൻ അകത്തേക്ക് എടുക്കുന്ന വാതകം എന്ന് പറയുന്നത് ഓക്സിജൻ ആണ്. പുറത്തോട്ട് കളയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അതുകൊണ്ട് തന്നെ രാത്രി കാലങ്ങളിൽ സസ്യങ്ങൾ ഓക്സിജൻ പുറത്തോട്ട് വിടുമോ എന്ന് ചോദിച്ചാൽ എന്താണ്? ഇല്ല. അപ്പൊ രാത്രി കാലങ്ങളിൽ സസ്യങ്ങൾ എന്ത് ചെയ്യുന്നില്ല? പ്രകാശ സംശ്ലേഷണം നടക്കാത്തത് കൊണ്ട് തന്നെ ഓക്സിജൻ പുറത്ത് വിടുന്നില്ല. ഓക്കെ, സസ്യങ്ങൾ ഉൾപ്പെടെ എല്ലാ ജീവികളും പകലും രാത്രിയും ശ്വസിക്കുന്നു. അപ്പൊ സസ്യങ്ങൾ രാവിലെ അല്ലെങ്കിൽ പകൽ സമയങ്ങളിൽ ഓക്സിജൻ അകത്തോട്ട് എടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. കാരണം സസ്യങ്ങൾ എന്ത് ചെയ്യുന്നു? പകലും രാത്രിയും എല്ലാം ശ്വസിക്കുന്നുണ്ട്. പ്രകാശ സംശ്ലേഷണം നടത്തുന്നത് മാത്രം പകൽ സമയങ്ങളിലാണെന്നേ ഉള്ളൂ. പക്ഷെ അവർ എപ്പോഴും തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ശ്വസിക്കുന്നുണ്ട്. ശ്വസനവാതകം എന്ന് പറയുന്നത് എന്താണ്? ഓക്സിജൻ ആണ്. അതുകൊണ്ട് തന്നെ ഇവർ എന്ത് ചെയ്യുന്നു? ഓക്സിജനെയും അകത്തോട്ട് എടുക്കുന്നുണ്ട്. പക്ഷെ പ്രകാശ സംശ്ലേഷണത്തിന് വേണ്ടിയിട്ട് അകത്തോട്ട് എടുക്കുന്ന വാതകം ഏതാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഓക്കെ, അപ്പൊ സസ്യങ്ങൾ ഉൾപ്പെടെ എല്ലാ ജീവികളും പകലും രാത്രിയും ശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തോട്ട് വിടുകയും ചെയ്യുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള ഈ ഒരു ഗ്യാസ് എക്സ്ചേഞ്ച് ഒക്കെ നടക്കുന്നത് ആസ്യരന്ധ്രം വഴിയാണ് നടക്കുന്നത്. ഓക്കെ, അപ്പോ കാർബൺ ഡൈ ഓക്സൈഡ് അകത്തോട്ട് എടുക്കുകയും ഓക്സിജൻ പുറത്തോട്ട് കളയുകയും ചെയ്യുന്നത് എപ്പോഴും മാത്രമാണ്? ഫോട്ടോസിന്തസിസിന്റെ സമയത്ത് മാത്രമാണ്. ബാക്കിയുള്ള സമയങ്ങളിലെല്ലാം ശ്വസനത്തിന്റെ ഫലമായിട്ട് ഓക്സിജൻ ആണ് അകത്തോട്ട് എടുക്കുകയും അതുപോലെ തന്നെ പുറത്തോട്ട് കളയുന്നത് കാർബൺ ഡൈ ഓക്സൈഡുമാണ്. ഓക്കെ, അടുത്തത് വർണ്ണകങ്ങൾ എന്താണ് എന്നുള്ള. വർണ്ണകങ്ങൾ എന്താണ്? വർണ്ണകങ്ങൾ എന്ന് പറയുന്നത് നിറമുള്ള വസ്തുക്കളെയാണ് നമ്മൾ വർണ്ണകങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, നിറമുള്ള വസ്തുക്കളെയാണ് വർണ്ണകങ്ങൾ എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ വർണ്ണകങ്ങൾ? നമുക്കറിയാം, നമ്മുടെ ഇലകളും പൂക്കളും കായ്കളും ഒക്കെ പല കളറിൽ നമ്മൾ കാണുന്നുണ്ട് അല്ലെ. പച്ചയും ചുമപ്പും അതുപോലെ തന്നെ യെല്ലോ കളറിലും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോ ഇലകൾക്കും തണ്ടുകൾക്കും പൂക്കൾക്കും പഴങ്ങൾക്കും നിറം നൽകുന്ന വസ്തുക്കളെയാണ് വർണ്ണകങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നിറം നൽകുന്ന വസ്തുക്കളെയാണ് നമ്മൾ വർണ്ണകങ്ങൾ എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇലകൾക്കും തണ്ടുകൾക്കും പൂക്കൾക്കും പഴങ്ങൾക്കും ഒക്കെ നിറം നൽകുന്ന വർണ്ണ വസ്തുക്കളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വർണ്ണകങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കുറെ വർണ്ണകങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഒരെണ്ണം ഹരിതകം, നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ. പ്രകാശ സംശ്ലേഷണത്തിന് വേണ്ടിയിട്ട് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു വർണ്ണകമാണ് ഹരിതകം എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ സാന്തോഫിൽ, ആന്തോസയാനിൻ, കരോട്ടിൻ, ഇതൊക്കെ എന്താണ്? ഓരോ വർണ്ണകങ്ങളാണ് കേട്ടോ. വർണ്ണകങ്ങൾ ഇംഗ്ലീഷിൽ പിഗ്മെന്റ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഹരിതകം, സാന്തോഫിൽ, ആന്തോസയാനിൻ, കരോട്ടിൻ ഇതൊക്കെ എന്താണ്? വർണ്ണകങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ ഹരിതകത്തിന്റെ നിറം എന്തായിരിക്കും? പച്ച നിറമാണ് കേട്ടോ. ഹരിതകത്തിന്റെ നിറം എന്താണ്? പച്ച നിറമാണ്. സാന്തോഫിലിന്റെ നിറം മഞ്ഞയാണ് കേട്ടോ. സാന്തോഫിൽ, അപ്പം മഞ്ഞ നിറത്തിലുള്ള പഴങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഏത് വർണ്ണവസ്തുവാണ് അവരിൽ ഉള്ളത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ഉത്തരം എന്താണ്? സാന്തോഫിൽ ആണ്. ഓക്കെ, ഇനി ആന്തോസയാനിന്റെ നിറം എന്താണ്? ചുവപ്പ് നിറമാണ് കേട്ടോ. ചുവപ്പ്. അതുപോലെ തന്നെ കരോട്ടിൻ എന്താണ്? നമ്മുടെ ക്യാരറ്റിലൊക്കെ ഉള്ള പിഗ്മെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ്? അത് കരോട്ടിൻ ആണ്.
ഓറഞ്ചും മഞ്ഞയും കലർന്ന നിറമാണ് കെരോട്ടിൻ്റെത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതിന്റെ എല്ലാം ഒരു ചെറിയ കളർ വ്യത്യാസങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതെങ്ങനെയാണ് വരുന്നത്? അപ്പൊ ഈ ഒരു പിഗ്മെന്റ്സിന്റെ എല്ലാം തന്നെ ഏറ്റക്കുറച്ചിലുകൾ കാണും, കൂടുതലും കുറവും ഒക്കെ കാണും. അപ്പൊ അങ്ങനെയാണ് പല പല നിറങ്ങൾ നമുക്ക് സസ്യങ്ങളിൽ തന്നെ എന്താണ് ഇലകൾക്കും തണ്ടുകൾക്കും പൂക്കൾക്കും പഴങ്ങൾക്കും ഒക്കെ കാണുന്നത്. അപ്പം വർണ്ണകങ്ങൾ എന്ന് വെച്ചാൽ എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? നിറങ്ങൾ നൽകുന്ന വസ്തുക്കളെയാണ് നമ്മൾ വർണ്ണകങ്ങൾ എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത്? നമ്മുടെ ഇലകൾക്കും തണ്ടുകൾക്കും പൂക്കൾക്കും പഴങ്ങൾക്കും ഒക്കെ എന്താണ് നിറം നൽകുന്ന വസ്തുക്കളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വർണ്ണകങ്ങൾ എന്ന് പറയുന്നത്. കുറെ വർണ്ണകങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ഹരിതകം, സാന്തോഫിൽ, ആന്തോസയാനിൻ, കെരോട്ടിൻ ഇതൊക്കെ വർണ്ണകങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ ഹരിതകത്തിന്റെ നിറം എന്താണ്? പച്ച നിറമാണ് കേട്ടോ. ഹരിതകത്തിന്റെ നിറം എന്ന് ചോദിച്ചാൽ പച്ചയാണ്. സാന്തോഫിലിന്റെ നിറം ഏതാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ഉത്തരം മഞ്ഞയാണ് കേട്ടോ, മഞ്ഞ. അതുപോലെ തന്നെ ആന്തോസയാനിൻ ചുവപ്പ്, കെരോട്ടിൻ ഓറഞ്ച് മഞ്ഞയും കലർന്ന ഒരു നിറമാണ്. ഓക്കെ, എന്താണ് ഹരിതകം, ഹരിതകണം? ഹരിതകം നമ്മൾ ഓൾറെഡി പറഞ്ഞു, അതിന്റെ ഇംഗ്ലീഷ് നമ്മൾ ക്ലോറോഫിൽ എന്നാണ് പറയുന്നത് കേട്ടോ, ക്ലോറോഫിൽ. അപ്പം ഹരിതകം എന്ന് പറയുന്നത് എന്തായിരുന്നു? ഒരു വർണ്ണകമാണ്. അതിന്റെ ഏത് നിറമാണ്? പച്ച നിറമുള്ള ഒരു വർണ്ണ വസ്തുവാണ് ഹരിതകം എന്ന് പറയുന്നത്. ഓക്കെ, പച്ച നിറത്തിലുള്ള ഒരു വർണ്ണ വസ്തുവാണ് ഹരിതകം. നമ്മൾ പറഞ്ഞു പ്രകാശ സംശ്ലേഷണത്തിന്റെ അടിസ്ഥാന ഘടകമാണ്. പ്രകാശ സംശ്ലേഷണത്തിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ പറഞ്ഞു സൂര്യപ്രകാശം വേണം, അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് വേണം, ജലം വേണം എന്നൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ് ഏതെന്ന് പറയുന്നത്? ഹരിതകം അല്ലെങ്കിൽ ക്ലോറോഫിൽ എന്ന് പറയുന്നത്. ഹരിതകണത്തിൽ കാണപ്പെടുന്നു. ഇനി ഹരിതകം എവിടെയാണ് കാണപ്പെടുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇലകളിൽ അല്ലെങ്കിൽ സസ്യങ്ങളിൽ എന്തുണ്ട്? സസ്യങ്ങളിൽ എന്തുണ്ട്? ഒരുപാട് സസ്യകോശങ്ങളിൽ ഒരുപാട് എന്തുണ്ട്? കോശാംഗങ്ങളുണ്ട്. ആ കോശാംഗങ്ങളിൽ ഒരു അംഗമാണ് ക്ലോറോപ്ലാസ്റ്റ് അല്ലെങ്കിൽ ഹരിത കണം എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഹരിത കണത്തിലാണ് ആര് കാണപ്പെടുന്നത്? ഹരിതകം കാണപ്പെടുന്നത്. ഓക്കെ, അപ്പം ഹരിത കണത്തിലാണ് ആര് കാണപ്പെടുന്നത്? ഹരിതകം. ഹരിതകം എവിടെയാണ് കാണപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ ഹരിത കണമാണ് കേട്ടോ, ഹരിത കണത്തിലാണ് കാണപ്പെടുന്നത്. ഓക്കെ, അപ്പോ എന്താണ് ഹരിതകണം? നമ്മൾ പറഞ്ഞു ഹരിതകണത്തിന്റെ ഇംഗ്ലീഷ് എന്താണ്? ക്ലോറോപ്ലാസ്റ്റ് ആണ് കേട്ടോ, ക്ലോറോപ്ലാസ്റ്റ്. സസ്യങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ഒരു കോശാംഗമാണ് ഏതെന്ന് പറയുന്നത്? ഹരിതകണം എന്ന് പറയുന്നത്. നമുക്കറിയാം ഒരു കോശം എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഒരുപാട് കോശാംഗങ്ങൾ അതിൽ കാണപ്പെടുന്നുണ്ട് അല്ലെ. ഏതൊക്കെയാണ് കോശാംഗങ്ങൾ അറിയാമോ നിങ്ങൾക്ക്? റൈബോസോം ഉണ്ട്, അതുപോലെ തന്നെ മൈറ്റോകോൺട്രിയ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾഗി കോംപ്ലക്സ്, ഇങ്ങനെ ഒരുപാട് കോശാംഗങ്ങൾ നമ്മൾ ജന്തു കോശങ്ങളിലാണെങ്കിലും അതുപോലെ തന്നെ പ്ലാന്റ്സിന്റെ സെൽസിലാണെങ്കിലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്ന ഒരു സെൽ ഓർഗനൽ അല്ലെങ്കിൽ ഈ ഒരു കോശാംഗം എന്ന് പറയുന്നത് സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ഒരു കോശാംഗമാണ് ഏത്? ഈ ഒരു ഹരിതകണം എന്ന് പറയുന്നത്. ജന്തുകോശങ്ങളിൽ നമുക്ക് എന്ത് കാണാൻ പറ്റത്തില്ല? ഈ ഒരു ഹരിതകണത്തിനെ കാണാൻ പറ്റത്തില്ല. കാരണം ഇവരുടെ പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഈ ഒരു ഹരിതകം ഉള്ളത് ഏതാണ്? ഈ ഒരു ക്ലോറോപ്ലാസ്റ്റിലാണ്. ഫോട്ടോസിന്തസിന് വേണ്ടിയിട്ട് സഹായിക്കുന്നത് ഈ ഒരു ഹരിതകമാണ് അല്ലെ. അപ്പൊ സസ്യങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ഒരു ഒരു കോശാംഗമാണ് നമ്മുടെ ഹരിതകണം എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയും. അതുപോലെ തന്നെ പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് ഹരിതകണത്തിലാണ് കേട്ടോ. പ്രകാശ സംശ്ലേഷണം നടത്തുന്നത് ഹരിതകണത്തിലാണ്. കാരണം ഹരിതകണത്തിനുള്ളിൽ ആരുണ്ട്? ഹരിതകമുണ്ട്. അപ്പൊ അവിടെയാണ് എന്ത് നടക്കുന്നത്? പ്രകാശ സംശ്ലേഷണം നടക്കുന്നത്. അപ്പം ഇലകളില് എന്തുണ്ട്? ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്. ആ ക്ലോറോപ്ലാസ്റ്റിനുള്ളിൽ എന്തുണ്ട്? ഹരിതകമുണ്ട്. ഓക്കെ, ഹരിതകത്തിലാണ് നമ്മുടെ പ്രകാശ സംശ്ലേഷണം നടക്കുന്നത്. അപ്പം എന്താണ് ഹരിതകം, എന്താണ് ഹരിതകണം എന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഹരിതകം എന്ന് പറയുന്ന ഒരു വർണ്ണവസ്തുവാണ്. ക്ലോറോപ്ലാസ്റ്റിലാണ് അത് കാണപ്പെടുന്നത്. ഹരിതകണം എന്ന് പറയുന്നത് സസ്യങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ഒരു കോശാംഗമാണ് ഹരിതകണം. പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് എവിടെയാണ്? ഹരിതകണത്തിലാണ്. ഇനി ഹരിതകണത്തിന്റെ ഒരു പിക്ചറാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഹരിതകണത്തിനെ കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു സ്ട്രക്ചറിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. അപ്പൊ നമ്മളിത് നോക്കിക്കേ, ഇതൊരു ഇലയാണ് അല്ലെ, ഒരു ലീഫാണ്. ആ ഒരു ലീഫിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിന്റെ ഒരു ചെറിയ ഒരു ഭാഗം എടുത്തിട്ട് അല്ലെങ്കിൽ ചെറിയൊരു ക്രോസ് സെക്ഷൻ എടുത്തിട്ട് നമ്മൾ എന്താണ് മൈക്രോസ്കോപ്പിലൂടെ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ മൈക്രോസ്കോപ്പിലൂടെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ നിരീക്ഷിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പൊ ഇതുപോലെ ഒരു ഇലയുടെ ഒരു ചെറിയൊരു ഭാഗത്തിലെ ചെറിയൊരു ഭാഗം അല്ലെങ്കിൽ ചെറിയൊരു ക്രോസ് സെക്ഷൻ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? മൈക്രോസ്കോപ്പിലൂടെ ഒബ്സർവ് ചെയ്താൽ നമുക്ക് ഇതുപോലെ കുറേ കോശങ്ങൾ നമുക്ക് കാണാൻ പറ്റും അല്ലെ. ഒരുപാട് കോശങ്ങൾ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതിൽ തന്നെ നോക്കി ഏറ്റവും മുകളിൽ കാണപ്പെടുന്ന ഒരു കോശങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പം ഏറ്റവും മുകളിൽ കാണപ്പെടുന്ന ആ ഒരു കോശത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോശങ്ങളെയാണ് നമ്മൾ ഉപരിവൃത്തി എന്ന് പറയുന്നത്. ഇതാണ് ഉപരിവൃത്തി എന്ന് പറയുന്നത് കേട്ടോ. ഉപരിവൃത്തി ഇംഗ്ലീഷിൽ എപ്പിഡെർമിസ് എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ.
എപ്പിഡേമിസ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഉപരിവൃതി. എപ്പിഡേമിസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മുകളിൽ കാണപ്പെടുന്ന ആവരണമാണ് കേട്ടോ. ഏറ്റവും മുകളിൽ കാണപ്പെടുന്ന ആവരണത്തിനെയാണ് എപ്പിഡേമിസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എപ്പിഡേമിസ് കാണാം. അത് കൂടാതെ തന്നെ ഒരുപാട് കോശങ്ങൾ ഇവിടെ കാണപ്പെടുന്നുണ്ട് അല്ലെ. ഒരുപാട് കോശങ്ങൾ, നമുക്കറിയാം സസ്യകോശങ്ങൾ, പലതരത്തിലുള്ള സസ്യകോശങ്ങളുണ്ട്. ഏതൊക്കെയായിരുന്നു? പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ. നിങ്ങൾ സസ്യകോശങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള എന്തുണ്ട്? സസ്യകോശങ്ങളുണ്ട്. അതുപോലെ തന്നെ സംവഹന കലകൾ നമ്മൾ പറഞ്ഞു, കോംപ്ലക്സ് ടിഷ്യൂസ് ഉണ്ട്. സംവഹന കലകളായിട്ടുള്ള സൈലം, ഫ്ലോയം, അങ്ങനെ ഒരുപാട് ആൾക്കാരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ നമുക്ക് ഒരു സസ്യകോശത്തിനെ എടുത്ത് മൈക്രോസ്കോപ്പിലൂടെ ഒബ്സർവ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സസ്യകോശങ്ങളെ നമുക്ക് കാണാൻ പറ്റും ആണല്ലോ. അപ്പൊ നോക്കിക്കേ, ഇങ്ങനെ നോക്കുമ്പോ ദാ ഒരു കോശത്തിനുള്ളിൽ ഒരു കോശം എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ ഒരുപാട് എന്തുണ്ട്? സെൽ ഓർഗനൽസ് അല്ലെങ്കിൽ കോശാംഗങ്ങളുണ്ട് അല്ലെ. ന്യൂക്ലിയസ് കാണാം, അതുപോലെ തന്നെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, റൈബോസോം, ഗോൾഗി കോംപ്ലക്സ്, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള കോശാംഗങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു കോശത്തിനുള്ളിൽ കാണാൻ പറ്റും. അപ്പോ സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ഒരു കോശാംഗമായിരുന്നു ഏതെന്ന് പറയുന്നത്? ആ കണ്ടില്ലേ, ഈ പച്ച നിറത്തിലുള്ള ഈ ഒരു ക്ലോറോപ്ലാസ്റ്റ്. ഓക്കെ, പച്ച നിറമാണ് ക്ലോറോപ്ലാസ്റ്റിന്. ആ ഒരു പച്ച നിറത്തിലുള്ള ആ ഒരു ക്ലോറോപ്ലാസ്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അതാണ് ഹരിതകണം. പേരിൽ തന്നെ ഹരിതകം എന്ന് പറയുമ്പോൾ ഗ്രീൻ ആണ് അല്ലെ, പച്ച നിറമാണ്. അപ്പോ ആ ഒരു ഹരിതകണത്തിനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഹരിതകണം. ഓക്കെ, അപ്പൊ ഹരിതകണത്തിനെ നമ്മൾ സൂം ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിനകത്ത് കുറെ സ്ട്രക്ചേഴ്സ് നമുക്ക് കാണാൻ പറ്റും. എന്തൊക്കെയാണ് ഹരിതകണത്തിന്റെ സ്ട്രക്ചേഴ്സ് എന്ന് നമുക്ക് നോക്കാം. നോക്കിക്കേ, ഹരിതകണം എന്ന് പറയുന്നത് ഒരു ഇരട്ട പാളികളുള്ള ഒരു സ്ഥലമാണ്. കണ്ടോ, ഇരട്ട പാളികൾ, 2 പാളികളില്ലേ, 2 ലെയേഴ്സ് ഉണ്ട്. കണ്ടല്ലോ, 2 ലെയേഴ്സ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ എന്താണ്? 2 ലെയേഴ്സ് ഉള്ള ഒരു സെൽ ഓർഗനൽ ആണ് ഇതെന്ന് പറയുന്നത് ക്ലോറോപ്ലാസ്റ്റ് അല്ലെങ്കിൽ ഹരിതകണം എന്ന് പറയുന്നത്. സസ്യങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ഒരു സെൽ ഓർഗനൽ ആണ് ഏത്? ഈ ഒരു ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്തുണ്ട്? ഇരട്ട പാളികളുണ്ട്. ഡബിൾ ലെയേർഡ് ഒരു മെംബ്രെയിൻ ആണ് ഈ ഒരു ക്ലോറോപ്ലാസ്റ്റ്. ഓക്കെ, ഇനി ഇതിനകത്ത് പ്രധാനപ്പെട്ട 2 ഭാഗങ്ങളാണ് ക്ലോറോപ്ലാസ്റ്റ് അല്ലെങ്കിൽ ഹരിതകണത്തിലുള്ളത്. ഏതൊക്കെയാണ് 2 ഭാഗങ്ങൾ? ഒന്ന് സ്ട്രോമയും ഒന്ന് ഗ്രാനയും. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ് സ്ട്രോമയും ഗ്രാനയും. സസ്യത്തിന്റെ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു സെൽ ഓർഗനൽ ഹരിതകണത്തിൽ കാണപ്പെടുന്ന 2 പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് സ്ട്രോമയും ഗ്രാനയും എന്ന് പറയുന്നത്. ഓക്കെ, സ്ട്രോമയും ഗ്രാനയും. അപ്പൊ എന്താണ് സ്ട്രോമ, എന്താണ് ഗ്രാന എന്ന് നോക്കാം. ഓക്കെ, ഇത് കണ്ടില്ലേ, ഇവിടെ കുറെ ഒരു ലിക്വിഡ് ആയിട്ടുള്ള ഒരു പാർട്ട് ഇവിടെ ഉണ്ട്. ഒരു ദ്രാവക ഭാഗം നമുക്ക് കാണാൻ പറ്റും. ദ്രാവക ഭാഗം. അപ്പൊ ഈ ഒരു ക്ലോറോപ്ലാസ്റ്റിലുള്ള ദ്രാവകം, ഒരു ലിക്വിഡ് ആയിട്ടിരിക്കുന്ന ആ ഒരു പോർഷനെ പറയുന്ന പേരാണ് സ്ട്രോമ. ഓക്കെ, ലിക്വിഡ് ആയിട്ടിരിക്കുന്ന ആ ഒരു ഭാഗത്തിനെ പറയുന്ന പേരാണ് എന്ത്? സ്ട്രോമ എന്നാണ് പറയുന്നത്. അതുപോലെ ഇതാ നോക്കിക്കേ, കുറെ സ്ഥരസഞ്ചികളുടെ അടുക്ക് കണ്ടില്ലേ, ഒരുപാട് ചെറിയ ചെറിയ കോയിനുകൾ പോലെയുള്ള കുറെ സ്ട്രക്ചേഴ്സ് ഇതാ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട് ആണല്ലോ. അപ്പം ആ കോയിൻസ് പോലെ, നാണയങ്ങൾ പോലെ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്ന അതിന്റെ ഒരു അടുക്കിനെയാണ് നമ്മൾ ഗ്രാന എന്ന് പറയുന്നത്. ഈ ഗ്രാനയൊക്കെ എവിടെയാണ്? ആ ഒരു ലിക്വിഡ് ആയിട്ടുള്ള പോർഷനിലാണ് ഗ്രാനയൊക്കെ കാണപ്പെടുന്നത്. അതിനെയാണ് സ്ട്രോമ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇത് നോക്കിക്കേ, ഇത് നമ്മുടെ ഒരു പ്ലാന്റ് സെല്ലാണ്. ആ ഒരു പ്ലാന്റ് സെല്ലിനകത്ത് അല്ലെങ്കിൽ ഒരു സസ്യകോശമാണ്. അതിനകത്ത് നമുക്ക് എന്ത് ചെയ്തു? ക്ലോറോപ്ലാസ്റ്റ് നമ്മൾ എടുത്തു അല്ലെ, ഹരിതകണത്തിനെ എടുത്തു. അതിനകത്ത് എന്തുണ്ട്? ഓരോ നാണയം പോലത്തെ ചെറിയ ചെറിയ തുട്ടുകൾ പോലെയുള്ള ഒരു സ്ട്രക്ചർ ഉണ്ട്. അതിനെ പറയുന്ന പേരാണ് തൈലക്കോയിഡ് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. തൈലക്കോയിഡ് എന്നാണ് ആ ഒരു ഓരോ നാണയം പോലെ ഇരിക്കുന്ന ആ ഒരു ഭാഗത്തിനെ പറയുന്നത് തൈലക്കോയിഡ് ആണ്. ഓക്കെ, അപ്പോ ഇതൊരു പ്ലാന്റ് സെല്ലാണ് അല്ലെ, ഒരു സസ്യകോശമാണ്. അപ്പോ ആ ഒരു സസ്യകോശത്തിൽ നമ്മൾ പറഞ്ഞു എന്താണ്? ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്ന ഒരു സെൽ ഓർഗനൽ ഉണ്ട് അല്ലെ, ഒരു കോശാംഗമുണ്ട്. അതിനകത്ത് നമ്മൾ ഗ്രാനയുണ്ട്, സ്ട്രോമയുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഗ്രാന നമ്മൾ പറഞ്ഞു അല്ലെ, ചെറിയ എന്തുണ്ട്? നാണയങ്ങൾ പോലെയുള്ള ചെറിയ ചെറിയ ഭാഗങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. ആ ഓരോ നാണയങ്ങളെയും പോലെയുള്ള ആ ഒരു ഭാഗങ്ങൾ കണ്ടില്ലേ, ആ ഒരു ഭാഗങ്ങളെ പറയുന്ന പേരാണ് തൈലക്കോയിഡ് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് തൈലക്കോയിഡ്. ഓക്കെ, അപ്പൊ ഈ തൈലക്കോയിഡുകളാണ് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത്. അപ്പം തൈലക്കോയിഡുകൾ ഇങ്ങനെ അടുക്കി വെക്കുമ്പോഴാണ് അതിന് നമ്മൾ എന്ത് പേരിൽ പറയുന്നത്? ഗ്രാനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗ്രാന എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇതാണ് അതിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു ക്ലോറോപ്ലാസ്റ്റ് അല്ലെങ്കിൽ ഹരിതകണത്തിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഹരിതകണത്തിന്റെ 2 പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഏതൊക്കെയെന്ന് പറയുന്നത്? സ്ട്രോമയും ഗ്രാനയും 2 പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. സ്ട്രോമ എന്ന് പറയുന്നത് എന്താണ്? ഒരു ലിക്വിഡ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് അല്ലെ.
നമ്മുടെ ക്ലോറോപ്ലാസ്റ്റ് ഉള്ള ലിക്വിഡ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്, ദ്രാവക ഭാഗമാണ് എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ ഗ്രാന എന്ന് പറയുന്നത് സ്ഥരസഞ്ചികളുടെ അടുക്കാണ്, ചെറിയ കോയിന് പോലെയുള്ള ഒരു സ്ട്രക്ചേഴ്സ് ആണ്. ആ ഓരോ കോയിൻസിനെയും പറയുന്ന പേരെന്തായിരുന്നു? തൈലക്കോയിഡ് എന്നാണ് പറയുന്നത് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, തൈലക്കോയിഡ് ആണ്. അതുപോലെ ആ തൈലക്കോയിഡുകൾ അടുക്കി അടുക്കി വെക്കുമ്പോഴാണ് നമ്മൾ ഗ്രാന എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രാനയും സ്ട്രോമയുമാണ് പ്രധാനപ്പെട്ട ക്ലോറോപ്ലാസ്റ്റിന്റെ ഭാഗങ്ങൾ എന്ന് പറയുന്നത്. കൂടാതെ ഇതൊരു എന്താണ്? ഡബിൾ ലെയേർഡ് മെംബ്രെയിൻ ആണ്, ഒരു ഇരട്ട പാളികളുള്ള ഒരു സ്ഥലമാണ് ഏതെന്ന് പറയുന്നത്? ഈ ഒരു ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയാണ് പറയുന്നത്. അടുത്ത ക്ലാസ്സിൽ ക്ലോറോപ്ലാസ്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പറയുമായിരിക്കും. താങ്ക്